ഹലോ ഗൈസ്, ഈ പള്ളി പോയ വീഡിയോ ഞങ്ങൾ ഇതിന്റെ മുന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് കൊടുക്കാം. ഈ പള്ളിന്റെ തന്നെ നൈറ്റ് വ്യൂ നമ്മൾ ഈ വീഡിയോന്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ 17 Pro എടുക്കാൻ പോവാണ് കേട്ടോ. ഫുൾ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ, ഏതെടുക്കണം, പ്രോ എടുക്കണോ മാക്സ് എടുക്കണോ. പിന്നെ ആണെങ്കിൽ ഫുൾ നെഗറ്റീവ് ആയല്ലോ 17 ഇറങ്ങിയപ്പോൾ മുതൽ. അപ്പോൾ നമ്മൾ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ കുറേ നാൾ കഴിഞ്ഞ് അതിനുശേഷം എടുക്കാൻ പോയപ്പോൾ പിന്നെ സ്റ്റോക്ക് ഔട്ടും ആയി. പിന്നെ 17 Pro നമ്മൾ ചൂസ് ചെയ്യാനുള്ളൊരു കാരണം മാക്സ് പിന്നെ കുറച്ചുകൂടി ഹൈറ്റും വെയിറ്റും വിടുത്തൊക്കെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാനുള്ളൊരു കംഫർട്ട് കൂടി നോക്കണമല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ 17 Pro എടുക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ലാസ്റ്റ് സ്റ്റോക്ക് വന്നപ്പോൾ നമ്മൾ അവിടെ വിളിച്ച് പറഞ്ഞ് ഓലോട് എടുത്തേക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയി വാങ്ങിയതാണ്. എന്തായാലും സാധനം കൈ കിട്ടി, നമുക്ക് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്യാം. എന്താ സൗണ്ട് as usual. ആണോ ഞാനാകുമ്പോ നല്ലോണം കൊണ്ടെടുക്കുകയായിരുന്നു. എനിക്ക് കൊണ്ടെടുക്കാൻ പെട്ടിണ്ടെന്നാ. അങ്ങനെ ഞങ്ങൾ ഫോൺ ഓണാക്കി കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നോക്കി, ക്യാമറയൊക്കെ ചെക്ക് ചെയ്ത്. ക്യാമറ അടിപൊളിയാണ് കേട്ടോ, നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ നൈസ് സാധനമാണ്. പിന്നെ ഞാൻ 15 യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് കുറച്ച് വെയിറ്റ് കൂടുതൽ പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഞാനൊരു എയർപോർട്ട് വാങ്ങിയിട്ടുണ്ട്. 17 Pro ആർക്ക് റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ അത് കണ്ടന്റ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി ഇതൊക്കെ എടുക്കുന്നവർക്ക്. നൈറ്റ് ലോ ലൈറ്റിലും ഭയങ്കര പെർഫോമൻസ് ആണ്. അയ്യോ അയ്യോ, ഒന്ന് പോയേടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെറുതെ ഫിഷ് മാർക്കറ്റിലൊന്ന് കയറി നോക്കാൻ വേണ്ടി വന്നതാണ്. വലിയ ഫിഷ് മാർക്കറ്റൊക്കെ ആണ്, പക്ഷേ ഇവിടെ ഫിഷ് മാത്രമില്ല. അങ്ങനെ ഞങ്ങൾ പോയ പോലെ തന്നെ നേരെ തിരിച്ചു പോന്ന്. പിന്നെ ഞങ്ങളൊരു വീഡിയോയിൽ കണ്ടിരുന്നു കുക്കൂല് 50 പൈസക്ക് ഐസ്ക്രീം കൊടുക്കുന്നത്. അങ്ങനെ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ഞങ്ങൾ വെറുതെ പോയി. നാട്ടിലത്തെ 10 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. സംഭവം അടിപൊളിയാണ്. അപ്പൊ നമ്മള് ചെറുതായിക്കുന്ന വിചാരിച്ചിട്ട് 4 വാങ്ങിയില്ല, കൂടി കുടുങ്ങിപ്പോയി. ആരും ചെറുതാന്ന് വിചാരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂടുതലാക്കി വാങ്ങണ്ട. അത്യാവശ്യം ഒരാൾക്ക് നല്ലോണം കഴിക്കാൻ മാത്രം സാധനം ഉണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇതാ 2 അവിടെ കാണിച്ചു കൊടുക്ക, 2 ആളും ഇവിടെ കുത്തിരിക്കുന്ന. ഇതൊക്കെ തിന്ന് തീർക്കണം. എനിക്ക് പറ്റില്ല, തൊണ്ടവേദന. ഞാൻ തിന്നോ 4 കാരാ വാങ്ങാൻ പറഞ്ഞേ. 1 വാങ്ങാൻ പോയ ഞാനാ. 1 ഒരാൾക്ക് കൊടുത്ത്, ബാക്കിയൊക്കെ ഒലിച്ചിട്ട് നക്കിയില്ല. 2 ആൾ നക്കി പോയോണ്ട് ആർക്കും കൊടുക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെ തിന്നീർക്കണം. അങ്ങനെ അതങ്ങനൊക്കെ ഒരു തീരുമാനമാക്കി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. അൽ ഹവാസിൽ നല്ല ഷവായ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ഇതൊക്കെ 17 Proയിൽ എടുത്ത വീഡിയോ ആണ്. പിന്നെ റിയാക്ഷൻ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. സംഭവം കുഴപ്പമൊന്നുമില്ല, സെറ്റാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയോ? ഇതാടി ഒറിജിനൽ ഷവായ. നമ്മളവിടുന്ന് കഴിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് നല്ല എരിവുണ്ട്, രസമുണ്ട്. നാട്ടിൽ പോയിട്ട് എനിക്ക് കഴിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ഫുഡ് ഏതാ? എനിക്കൊന്നും 100 നല്ല എരിവ്.
പറയ്. One eternity later. തന്നെയാണ് ഇഷ്ടമായി. ഇത് പക്ഷെ ഇതിന്റെ മസാല നല്ല ടേസ്റ്റ് ഉണ്ട്. എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.